ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 ഏകദേശം 100ഓളം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾക്ക് എല്ലാ മാസവും ഓരോ ആപ്ലിക്കേഷൻ സീരീസ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണെന്നും എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സീരീസിൽ ഞാൻ ഒരു വട്ടം 5 ആപ്ലിക്കേഷൻസ് വീതം കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ നിറയെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തന്നെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, 2021 എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഏതായിരുന്നു അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ 2021 ഇൻസ്റ്റാൾ ചെയ്തതിൽ ഏറ്റവും ടോപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ്, പകുതി കൂടുതലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ ആദ്യത്തെ ആപ്പ് വെച്ച് തുടങ്ങാം. ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത് മിലാനോട്ട് എന്ന് പറയുന്നത് നോട്ട് എടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് എന്തെങ്കിലും നോട്ട്സ് എഴുതാനോ ഒക്കെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓക്കെ മിലാനോട്ട്, ഇഷ്ടംപോലെ നോട്ട് എടുക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്, എന്തിനാണ് മിലാനോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, മിലാനോട്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടി പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിലാവട്ടെ, നിങ്ങളുടെ ഫോണിലാവട്ടെ, നിങ്ങളുടെ ടാബ്ലറ്റിലാവട്ടെ, ഏതിലും നിങ്ങൾക്ക് ഈ മിലാനോട്ട് വർക്ക് ആവും. അതായത് മൊത്തത്തിൽ സിങ്കായി തന്നെ കിടക്കും. അതായത് നിങ്ങളിപ്പോൾ ഫോണിലൊരു നോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിലും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് എടുത്ത് തന്നെ പറയണം. സ്മാർട്ട് ഫോണിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ലാപ്ടോപ്പിൽ ഓപ്പൺ ആക്കുന്ന സമയത്തും ഓരോ നോട്ടും എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സബ് നോട്ട് നമുക്ക് ആരോ മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വളരെ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ, അതായത് എൻ്റെ വീഡിയോയുടെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു രീതിയാണ്. എനിക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഈ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഏതാണ് പറയേണ്ടത്, ആ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏതാണ് പറയേണ്ടത്, ഇങ്ങനെയുള്ള ഓരോ പോയിന്റേഴ്സും എനിക്ക് അടയാളപ്പെടുത്തി വയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് മസ്റ്റ് ട്രൈ ആപ്ലിക്കേഷനാണ്. നമ്മുടെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള പകുതി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എൻ്റർ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്യണം. നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു, നിങ്ങൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തു, എല്ലാത്തിനും ഒരു ട്രാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിയുന്ന സമയത്ത് ആദ്യം തന്നെ എഴുതി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഫയൽ, ന്യൂ ഫോൾഡർ, ഇമ്പോർട്ട് ഫ്രം എക്സൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എക്സൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിനകത്തും വർക്ക് ചെയ്യുന്നത്, എന്നാൽ വളരെ സിമ്പിളായിട്ട്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഏകദേശം 60ഓളം ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, 20ഓളം സബ് കാറ്റഗറി അവൈലബിൾ ആണ്. ഈ ഒരു സബ് കാറ്റഗറിയിൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് സബ് കാറ്റഗറി വരും. അതിൻ്റെ അകത്ത് നമുക്കുണ്ട് ഓർഡർ ബുക്ക് രജിസ്റ്റർ, പേയ്മെൻറ്റ് റിസീവ്ഡ്. അതായത് നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന സമയത്ത് എന്തൊക്കെ പേയ്മെൻറ്റ് എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു ടെംപ്ലേറ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഓരോന്നും എൻ്റർ ചെയ്ത് എടുക്കുക ആ ഒരു സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനകത്ത് ആ ഒരു ടെംപ്ലേറ്റിൽ യൂസ് ദിസ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാം, ഡേറ്റ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഡേറ്റാസ് മൊത്തം ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിരിക്കും. നമ്മുടെ എക്സലിലുള്ളതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൊളാബറേറ്ററിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ടാപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഒരു ബെസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റീജിയണൽ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. അതായത് മലയാളത്തിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള PDF നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾറെഡി 2 മില്യൺ സംതിങ് ഡൗൺലോഡ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ലിയോ. എൻ്റെ അടുത്ത ഫേവറേറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ത്രിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വാങ്ങണം, നിങ്ങൾക്കൊരു കാർ മേടിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് വാങ്ങണം, ഫോർ എക്സാമ്പിൾ iPhone 13 Pro Max വാങ്ങണം. അതിനായിട്ട് നിങ്ങൾക്ക് ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒരു പ്ലസ് ഐക്കൺ വരും. ഈ ഒരു പ്ലസ് ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗോളുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടൈറ്റിലൊക്കെ കൊടുത്തിട്ട്. ആൻഡ് അതിൻ്റെ ഒരു ബഡ്ജറ്റും ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എത്രത്തോളം രൂപയാണോ ഇതിന് വേണ്ടിയിട്ട് ഒരു മാസത്തിൻ്റെ അവസാനം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്, അത് നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു ചെയർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ആ ഒരു ചെയറിൽ ഡിപ്പോസിറ്റ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു മാസത്തേന്ന് ഒരു 2000 രൂപ ഞാൻ ചെയറിന് വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് അവിടെ ഡിപ്പോസിറ്റിൽ 2000 ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഗോൾ എമൗണ്ടിൽ നിന്ന് 2000 രൂപ കുറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടലി ഒരു ട്രാക്കിംഗ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ പൈസ എവിടെയൊക്കെ പോയി, എങ്ങനെയൊക്കെ വന്നു. അല്ലെങ്കിൽ ഒരു ഗോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ടുള്ളൊരു ഉള്ളിലുണ്ടാവും. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആപ്പ് എപ്പിസോഡിലാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. അതായത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും.
എത്രയാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടൈം ആ ഒരു സമയം കഴിയുന്ന സമയത്ത് എടുത്ത സ്ക്രീൻഷോട്ട് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. എന്തുകൊണ്ട് ഇത് യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ എടുക്കാറുണ്ട്. എന്നാൽ ഈ സ്ക്രീൻഷോട്ടുകൾ കുമിഞ്ഞുകൂടി ഒരു വലിയൊരു മെസ്സായിട്ട് മാറും. അതിന് പകരം നിങ്ങളിങ്ങനെ ഒരു ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നേരത്തിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ സ്ക്രീൻഷോട്ടുകളെല്ലാം ഡിലീറ്റ് ആയിക്കോളും. ആൻഡ് ഫൈനലായിട്ടുള്ള ആപ്ലിക്കേഷൻ എൻ്റെ വാൾപേപ്പർ ആപ്ലിക്കേഷൻ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ വാൾപേപ്പർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് ഒട്ടും തന്നെ ഇല്ല. ആൻഡ് ഇത് വളരെ മിനിമലായിട്ടുള്ളതും വളരെ ഹൈ ക്വാളിറ്റി ഇമേജസ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ നിന്നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഹൈ ക്വാളിറ്റിയിൽ. ആൻഡ് ഇതിൻ്റെ പ്രോ വേർഷൻ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറീസും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിന്നെല്ലാം ഹൈ ക്വാളിറ്റി യുണീക്ക് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2021 ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.